അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഫൈക്കോളജി, പ്രയോളജി, ടെറിഡോളജി പേപ്പറിൽ ടെറിഡോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എന്താ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് എപ്പോസ്പോറി, എപ്പോഗമി. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എപ്പോഗമി എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എപ്പോസ്പോറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫേണിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ആൾട്ടർനേറ്റിംഗ് ഫേസസ് ആണുള്ളത്. രണ്ട് ഫേസുകളാണ് ഒരു ഫേണിൻ്റെ ലൈഫ് സൈക്കിളിലുള്ളത്. ഒന്ന് സ്പോറോഫൈറ്റിക് ഫേസും ഒന്ന് ഗാമെറ്റോഫൈറ്റിക് ജനറേഷൻസും. അങ്ങനെ ഗാമെറ്റോഫൈറ്റിക് ആൻഡ് സ്പോറോഫൈറ്റിക് ജനറേഷനാണ് ഈ രണ്ട് ഒരു ഫേണിൻ്റെ ലൈഫ് സൈക്കിളിൽ ഉള്ള രണ്ട് ആൾട്ടർനേറ്റിംഗ് ഫേസസ് എന്ന് പറയുന്നത് ഒന്ന് സ്പോറോഫൈറ്റിക് ഫേസും ഒന്ന് ഗാമെറ്റോഫൈറ്റിക് ഫേസും ആണ്. ഇതിൽ സ്പോറോഫൈറ്റിക് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ലാർജ് ലീഫി ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ലാർജ് ലീഫി ആയിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും. നേരെ മറിച്ച് ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സിമ്പിളായിരിക്കും, സ്മോളായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നതിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നത്. എന്ത് വഴി, ഗാമെറ്റിക് യൂണിയൻ വഴിയാണ് ഗാമെറ്റോഫൈറ്റിൽ നിന്ന് സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ഇനി ഈ സ്പോറോഫൈറ്റിൽ നിന്ന് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടായിട്ട് ആ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് ഗാമെറ്റോഫൈറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു നോർമൽ ലൈഫ് സൈക്കിൾ, ഒരു ഫേണിൻ്റെ നോർമൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ എന്താണ്, ചില കേസിൽ എന്തുണ്ടാകുന്നുണ്ട്, ചില എസെൻഷ്യൽ, അതായത് നമ്മുടെ ഈ എസെൻഷ്യൽ ഈവൻറ്റ്സ് ഒക്കെ എന്താണ് മിസ്സായി പോവാറുണ്ട്. അങ്ങനത്തെ രണ്ട് കേസുകളാണ് എന്ത്, എപ്പോസ്പോറിയും എപ്പോഗമിയും പറയുന്നത്. അപ്പോൾ എപ്പോഗമി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഗമി എന്ന് പറയുമ്പോൾ ഗാമെറ്റോഫൈറ്റിൽ നിന്ന് സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നു. എങ്ങനെ, ഗാമെറ്റിക് ഫ്യൂഷൻ ഇല്ലാതെ. ഇനി എപ്പോസ്പോറി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പോറോഫൈറ്റിൻ്റെ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. അതാണ് എന്ത്, എപ്പോസ്പോറി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നില്ല, സ്പോർ ഫോർമേഷനോ അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷനോ നടക്കാതെ സ്പോറോഫൈറ്റിൻ്റെ വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഗാമെറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് അപ്പോസ്പോറി എന്ന് പറയാം. Apospore is the development of the gametophyte directly from the vegetative cell of the sporophyte without the reduction, division and formation of spores. അപ്പോൾ എപ്പോസ്പോറിൽ എന്താണ്, മിയോസിസിൻ്റെ ഒമിഷനാണ് നടക്കുന്നത്. ലൈഫ് സൈക്കിളിൽ അതായത് ഫേണിൻ്റെ ലൈഫ് സൈക്കിളിൽ എപ്പോസ്പോറി നടക്കുമ്പോൾ അവിടെ മിയോസിസിൻ്റെ ഒമിഷനാണ് നടക്കുന്നത്. അതായത് മിയോസിസ് നടക്കാതെയാണ് ആ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോസ്പോറസ് ആയിട്ടുള്ള ഗാമെറ്റോഫൈറ്റ്സിന് സ്പോറോഫൈറ്റിൻ്റെ അതേ നമ്പർ ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് അവർ ഡിപ്ലോയിഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡും ഗാമെറ്റോഫൈറ്റ് ഹാപ്ലോയിഡും ആണ് നോർമൽ കേസിൽ. എന്നാലും ഇപ്പോൾ ഈ ഒരു കേസിൽ അപ്പോസ്പോറി നടക്കുന്ന സമയത്ത് അപ്പോസ്പോറസ് ആയിട്ടുണ്ടാവുന്ന എന്താണ് ഗാമെറ്റോഫൈറ്റ് എന്ന് പറയുന്നതിന് നമ്മുടെ സ്പോറോഫൈറ്റിൻ്റെ അതേ നമ്പർ ക്രോമസോംസ് ആണ് ഉണ്ടാവുക. എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എപ്പോസ്പോറി കാരണം എന്താണ് പോളിപ്ലോയിഡ് ആയിട്ടുള്ള ഗാമെറ്റോഫൈറ്റ്സും സ്പോറോഫൈറ്റും ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. ഈ ഫേൺസിലുള്ള ഈ എപ്പോസ്പോറി എന്ന് പറയുന്നത് നമ്മുടെ സ്പോറോഫൈറ്റ്സിലും അതുപോലെ തന്നെ ഗാമെറ്റോഫൈറ്റ്സിലും എന്താണ് പോളിപ്ലോയിഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. പിന്നെ ട്രിപ്ലോയിഡ്സ്, ടെട്രാപ്ലോയിഡ്സ്, ഹയർ പോളിപ്ലോയിഡ്സ് ഒക്കെ നമുക്ക് ഓസ്മോണ്ടയിലൊക്കെ അപ്പോസ്പോറി ഇൻഡ്യൂസ് ചെയ്തിട്ട് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അപ്പോസ്പോറസ് ആയിട്ടുള്ള പ്രോതാലസ് ഡെവലപ്പ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്പൊറാഞ്ചിയത്തിലെ അബോർട്ടീവ് സെല്ലിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ലീഫ് സെൽസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഈ അപ്പോസ്പോറസ് ആയിട്ടുള്ള പ്രോതാലസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ആദ്യമായിട്ട് അപ്പോസ്പോറി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഡുറേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1884 ആദ്യമായിട്ട് അപ്പോസ്പോറി എന്ന് പറയുന്ന നാച്ചുറൽ ഫിനോമിന എത്രിയം ഫിലിക്സ് ഫെമിന വാരി അലറിസിമ എന്ന് പറയുന്ന ആ ഒരു വെറൈറ്റി എന്താണ്
എത്തീരിയത്തിൻ്റെ വെറൈറ്റിയിലാണ് ആദ്യമായിട്ട് ഈ ഒരു നാച്ചുറൽ ഫിനോമിന ഫസ്റ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് 1884. ഈ ഫേണിൽ പ്രോത്താലി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്യൂൾസിൽ നിന്നാണ്. സ്പൊറാഞ്ചിയയ്ക്ക് പകരം എന്താണ്, പിന്യൂൾസിൽ നിന്നാണ് പ്രോത്താലി എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപ്പോസ്പോറീനെ സോറൽ അപ്പോസ്പോറി എന്നാണ് പറയുന്നത്. അപ്പോസ്പോറി ഒരുപാട് ഫാമിലി, അതായത് നാച്ചുറൽ പോളിപ്ലോയിഡേഷൻ്റെ ഒരു മെക്കാനിസമാണ് ഈ അപ്പോസ്പോറി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഫാമിലീസ് ഓഫ് ഫേൺസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ടെറിഡോഫൈറ്റ്സിൽ. പിന്നെ സോറൽ അപ്പോസ്പോറി എന്ന് പറയുന്നത് ഒക്കർ ചെയ്യുന്നത് ഇതിലൊക്കെയാണ്, ട്രൈക്കോമെയിൻസ്, പോളിസിക്കം, ഓസ്മുണ്ട ജവാനിക്ക, ഓസ്മുണ്ട നെഗാലിസും. ഇതിലൊക്കെ അപ്പോസ്പോറി, സോറൽ അപ്പോസ്പോറി കാണാറുണ്ട്. ഇതിൽ ഗാമിറ്റോഫൈറ്റിൽ ഉണ്ടാവുന്ന ആന്ത്രീഡിയ എന്ന് പറയുന്നത് നോർമൽ ആന്ത്രോസോയിഡ്സ് ആയിരിക്കും. പക്ഷേ ആർക്കിഗോണിയ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഗാമിറ്റോഫൈറ്റ്സ് ഡയറക്റ്റ് ആയിട്ടായിരിക്കും സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നുണ്ടാവുക. പ്രോത്താലസ് എന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ആ രീതിയിലായിരിക്കും ഇങ്ങനത്തെ ഗാമിറ്റോഫൈറ്റ്സ് ചെയ്തിട്ടുണ്ടാവാം, സ്പോറോഫൈറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പോസ്പോറി എന്ന് പറയുന്നത് നമുക്ക് ഫേൺസിലൊക്കെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. സ്പോറോഫൈറ്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നമ്മൾ ലിറ്റിൽ അല്ലെങ്കിൽ നോ കാർബോഹൈഡ്രേറ്റ് മീഡിയത്തിൽ വളർത്തി കഴിഞ്ഞാൽ അപ്പോസ്പോറസ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോസ്പോറസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ന്യൂട്രീഷൻ, ലൈറ്റ് ഇൻറ്റൻസിറ്റി, ഏജ് ഓഫ് സ്പോറോഫൈറ്റിക് സെൽസ്, ഇതൊക്കെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ന്യൂട്രീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ന്യൂട്രീഷണലും ബയോകെമിക്കൽ സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനനുസരിച്ചാണ്, കാലസിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ഏതാണ് മീഡിയം എന്നുള്ളത് സെലക്ട് ചെയ്യുക. സുക്രോസ് എന്ന് പറയുന്നത് സുക്രോസിന് ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. ആ ഒരു ടിഷ്യൂവിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് റോള് സുക്രോസ് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആയിരിക്കണം ഈ ഒരു ഗ്രോത്ത് മീഡിയത്തിൽ. എന്നാൽ മാത്രമേ അപ്പോസ്പോറസ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റ്സ് ഉണ്ടാവുകയുള്ളൂ. ഇനി ലൈറ്റ് ഇൻറ്റൻസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റിയാണ് കൂടുതൽ അപ്പോസ്പോറസ് ആയിട്ടുള്ള ഗാമിറ്റോഫൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ഫേവർ ചെയ്യുന്നത്. എക്സ്പെരിമെൻറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള സമയത്ത് ലൈറ്റുള്ള സമയത്ത് ഈ ഫേൺസിൻ്റെ ലീവ്സ്, ഒരുപാട് ഫേൺസിൻ്റെ ലീവ്സ്, അതായത് ഡ്രൈനേറിയ, പോളിപോഡിയം, പ്ലാക്റ്റിസെറം, അതിലൊക്കെ സ്പോറോഫൈറ്റിക് ആയിട്ടുള്ള ബഡ്സാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ലോ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റിൽ മാത്രമേ ഗാമിറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഏജ് ഓഫ് സ്പോറോഫൈറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് മറ്റൊരു ഫാക്ടറാണ്. ഏജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പോറോഫൈറ്റിക് സെൽസിൻ്റെ ഏജാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, റീജനറേറ്റഡ് ടിഷ്യൂവിൻ്റെ നേച്ചർ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏജാണ്. യങ് സെൽസ്, ഷൂട്ടപ്പെക്സിൻ്റെ ഒക്കെ യങ് സെല്ല്, ലീഫ് ടിപ്പ്, അതൊക്കെ ഗാമിറ്റോഫൈറ്റ്സ് ആണ് ഫോം ചെയ്യുക. അത് മറിച്ച് ബേസൽ പാർട്ടിലുള്ള റൂട്ടൊക്കെ റീജനറേറ്റ് ചെയ്തിട്ട് സ്പോറോഫൈറ്റിക് ടിഷ്യൂ ആയിട്ട് തന്നെയാണ് മാറുന്നത്. അപ്പോൾ സ്പോറോഫൈറ്റിക് സെൽസിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബേസൽ പോർഷൻ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോറോഫൈറ്റ് തന്നെയാണ് അതിൽ ഡെവലപ്പ് ചെയ്യുക. മറിച്ച് യങ് ആയിട്ടുള്ള ഷൂട്ട് എപ്പെക്സ്, ലീഫ് ടിപ്പ്, അതൊക്കെ ഗാമിറ്റോഫൈറ്റ്സ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എന്താണ് എപ്പോസ്പോറി എന്നുള്ളത് ഓർക്കുക. അതിൻ്റെ ആ ഒരു ക്രോമസോമിൻ്റെ ഇതെന്താണെന്നുള്ളതൊക്കെ നോക്കുക. അതായത്
ഡിപ്ലോയിഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഗാമറ്റോഫൈറ്റിന് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ സ്പോറോഫൈറ്റിൻ്റെ ക്രോമസോം എത്രയാണോ അതേ സെയിം ക്രോമസോം ആയിരിക്കും എന്തുണ്ടാവുക ഇതിലും ഉണ്ടാവുക. അപ്പം നമ്മൾ എപ്പോസ്പോറിൻ്റെയും എപ്പോഗമീൻ്റെയും ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യത്തെ പോയിന്റ് ഇത് തന്നെയാണ്. ഒന്ന്, ഡെവലപ്മെൻറ്റ് ഓഫ് ഗാമറ്റോഫൈറ്റ് ഡയറക്ട്ലി ഫ്രം സ്പോറോഫൈറ്റ് വിത്തൗട്ട് റിഡക്ഷൻ, ഡിവിഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് സ്പോർസ് ആണ് എന്ത് എപ്പോസ്പോറി എന്ന് പറയുന്നത്. എപ്പോഗമി എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്പോറോഫൈറ്റ് ഡയറക്ട്ലി ഫ്രം എന്താണ് വെജിറ്റേറ്റീവ് ബഡൊക്കെ ആയിട്ട് ഡയറക്റ്റായിട്ട് ഇതിന്ന് ഫോം ചെയ്യാം, ഗാമറ്റോഫൈറ്റിൽ നിന്ന് ഫോം ചെയ്യുക വിത്തൗട്ട് എന്താണ് ഗാമറ്റിക് ഫ്യൂഷൻ. അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ രണ്ടിലും എന്താണ് സ്പോറോഫൈറ്റിനും ഗാമറ്റോഫൈറ്റിനും സെയിം നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം അപ്പോസ്പോറിൻ്റെ കേസിൽ എന്താണ് 2n കണ്ടീഷൻ, അതായത് സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്, അപ്പോൾ ഗാമറ്റോഫൈറ്റും എന്തായിരിക്കും ഡിപ്ലോയിഡ് ആയിരിക്കും. എന്നാൽ എപ്പോഗമീൻ്റെ കേസിൽ എന്താണ് ഗാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്, അപ്പോൾ സ്പോറോഫൈറ്റും എന്തായിരിക്കും ഹാപ്ലോയിഡ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, പോയിൻറ്റ്സ് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ആരാണ് ഫസ്റ്റ് കണ്ടെത്തിയത്, ആരാണ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്, ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടെ പോയിൻറ്റ്സ് ആവുമല്ലോ. അപ്പോൾ ഇത്രയാണ് എപ്പോസ്പോറി എപ്പോഗമി ഉള്ളത്. 2 മാർക്കിനാണ് എപ്പോസ്പോറിയും എപ്പോഗമിയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇത്ര പോയിൻറ്റ്സ് മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.